നീറ്റ് പ്രതിഷേധത്തിനിടെ CJP പ്രവർത്തകർക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ സുപ്രീം കോടതി ഹർജി ഇന്ന് പരിഗണിക്കും. സമാധാനപരമായി നടത്തിയ മാർച്ചിന് നേരെ ലാത്തിചാർജും കണ്ണീർ വാതക പ്രയോഗവും നടത്തിയെന്നാണ് ആരോപണം. രാജ്യവ്യാപക വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിലെ പോലീസ് നടപടി അന്വേഷിക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യം. നീറ്റ് പരീക്ഷാ പരിഷ്കരണ ഹർജികളിൽ കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ മറുപടി നൽകിയേക്കും. വിശദാംശങ്ങളുമായി ശ്യാം ദേവരാജാണ് ചേരുന്നത്. ശ്യാം, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി അടക്കം രംഗത്ത് വന്ന വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളിൽ ഒന്നായി ഉന്നയിച്ച ഒരു വിഷയമാണിത്. ഈ പോലീസ് അതിക്രമത്തിൽ നടപടി വേണമെന്നുള്ളത്. കഴിഞ്ഞ ദിവസം അത് അമിത്ഷായ്ക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി കത്തയച്ചതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ എന്തായാലും ആ ഒരു ഹർജി ഇന്ന് എപ്പോഴാണ് പരിഗണിക്കുന്നത്? ഒപ്പം ഇനി കേന്ദ്ര സർക്കാരിന്റെ മറുപടി, ഇനി ചോദ്യപേപ്പർ ചോർച്ച ബില്ലടക്കം ഇതിൽ സ്വീകരിച്ചിരിക്കുന്ന നടപടികളടക്കം വിശദീകരിക്കുമോ ഇന്ന് സുപ്രീം കോടതിയിൽ? കീർത്തന, ശ്രുതി, ഗുഡ് മോർണിംഗ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടാണ് CJPയുടെ നേതൃത്വത്തിൽ CJP ഇടത് വിദ്യാർത്ഥി സംഘടനകളും ദില്ലിയിലും രാജ്യവ്യാപകമായും വലിയ പ്രതിഷേധം ഉയർത്തിയത്. ഇതിനെതിരെയാണ് ദില്ലിയിൽ CJPയുടെ നേതൃത്വത്തിൽ നടത്തിയ പാർലമെന്റ് മാർച്ചിന് നേരെയാണ് വളരെ വലിയ പോലീസ് നടപടി ഉണ്ടായത്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം സാമൂഹ്യ മാധ്യമങ്ങളുടെയും ഒക്കെ പ്രചരിച്ചിരുന്നു. ഈ പോലീസ് നടപടി ആവശ്യപ്പെട്ടുള്ള 2 ഹർജികളാണ് സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കുന്നത്. മുതിർന്ന അഭിഭാഷകരായ ഗോപാൽ ശങ്കർ നാരായണൻ, ശ്യാം ദിവാൻ എന്നിവർ ഫയൽ ചെയ്ത ഹർജിയാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഇന്ന് ഈ ഹർജി പരിഗണിക്കുകയും ചെയ്യുക. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരമൊരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടെന്നും അടിയന്തരമായി പരിഗണിക്കണമെന്നും ആവശ്യപ്പെട്ടത്. ഇക്കാര്യം ഇന്നത്തേക്ക് ഈ ലിസ്റ്റ് ചെയ്യാൻ ചീഫ് ജസ്റ്റിസ് സമ്മതിക്കുകയായിരുന്നു. സമാധാനപരമായ പാർലമെന്റ് മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി, ഒപ്പം കണ്ണീർ വാതകം പ്രയോഗിച്ചു എന്നീ ആക്ഷേപങ്ങളാണ് ഈ ഹർജികളിൽ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം. പ്രതിഷേധമുയർത്തിയ വനിതകളെ പുരുഷ പോലീസ് മർദ്ദിച്ചു എന്ന മറ്റൊരു ആരോപണവും കൂടി ഈ ഹർജികളിലൂടെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, രാജ്യവ്യാപകമായി വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്കെതിരെ നടന്ന പോലീസ് അതിക്രമങ്ങൾ അന്വേഷിക്കണം എന്നും ഈ ഹർജികളിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരികയാണ്. ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിനോട് മറുപടി തേടിയേക്കും. ശരി, ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്. 2 ഹർജികളാണ് ഈ പോലീസ് അതിക്രമത്തിനെതിരെ ഇന്ന് പരിഗണിക്കുന്നത്. ഒപ്പം ഈ ചോദ്യപേപ്പർ ചോർച്ചയിലടക്കം നീറ്റ് പരീക്ഷാ ക്രമക്കേടിലടക്കം കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ മറുപടി നൽകും. ശ്യാം ദേവരാജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.